വീട്. പിന്നെ നമ്മുടെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് കണ്ടല്ലോ വീട്ടിലെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് മതിൽ ചാടി പോകാൻ പറ്റും. അവിടെ നിന്ന് മതിൽ ചാടി പോകാൻ പറ്റും. പക്ഷെ നമ്മള് ജാനുട്ടിയുടെ വീടിന്റെ നേരെ കയറി പോവാണ്. ഞാൻ എൻ്റെ അക്കയുടെ അടുത്തിന്റെ അവിടെ ഇരുന്ന് നോക്കണുണ്ടോ? ദേ രാമൂട്ടൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പിന്നെ നടന്നു പോവാണ് കേട്ടോ. നടന്നു പോകാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ ഞങ്ങൾ പോകാതെ ഞാൻ ഫോണൊക്കെ ഉണ്ടല്ലോ. ഞാനും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നില്ല. അപ്പോൾ ഫോണൊക്കെ എന്നാ വില. ഓണം വരെ നമ്മൾ പിടിച്ചെടുക്കാനുള്ള ഫോണാണ്. ഒന്നാമത് പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഓണമാകുമ്പോൾ നമുക്ക് എന്താ ഫ്രീ ആവുമല്ലോ. നമ്മളത് അങ്ങോട്ട് കാണിക്കുകയാണ്. ഇവിടെയും കുറേ വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയും വെള്ളം കയറി വരുന്നുണ്ടോടാ. ഇവിടെ നേരത്തെ നല്ല കളിയാണ്. പിന്നെ ഇവിടെ കട്ട ഇട്ടുണ്ടോ പോലെ. ഇത് നമ്മുടെ കിണർ. എല്ലാവർക്കും അറിയാലോ കിണറിന് നല്ല ആഴമൊന്നുമില്ല. പക്ഷെ ചെറിയൊരാഴം. പിന്നെ നമ്മൾ ഗേറ്റ് തുറന്ന് കട്ടകൾ കണ്ടോ. ഒരു വൈറ്റും റെഡും കട്ടകളാണേ. നല്ല രസമുണ്ട്. പിന്നെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്നതിന് ശേഷം ഉണ്ടല്ലോ ഇതാണ് ഇവർക്ക് ഓട്ടോ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഓട്ടോ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളും ഇതെല്ലാം കണ്ടില്ലേ. ഇതാണ് ഇവരുടെ ഒരു പാലപ്പൂ രാത്രി ഉണ്ടാകുന്ന പൂവില്ലേ അത് വാടിപ്പോയിട്ട് അത് നമ്മൾ എന്റെ പൂക്കൾഷം കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് കുറച്ച് ഉണങ്ങി പോയിട്ട് പാവായിട്ട് ഇത് ഉണങ്ങി. പിന്നെ ഇത് ഉണങ്ങി പോയിട്ട് എന്താ ഞങ്ങളിപ്പോ വരാം. ഇപ്പൊ വരാം. ഇവിടെ ആറിന് പോയി വരാം. ഇത് അവന്റെ ആടാണ് കേട്ടോ. ഇത് വാഷിംഗ്. ഇത് നമ്മുടെ എന്താ വാഷിംഗ് മെഷീൻ. അപ്പൊ ഇതൊക്കെ ഇത് നമ്മുടെ ഇതെന്താ നിങ്ങളുടെ ഇത് ചിലർ കണ്ടിട്ടുണ്ടാവും. നിങ്ങള് കണ്ടിട്ടുണ്ടാവും. മറ്റേ ദീപാവലിക്ക് നമ്മൾ കയ്യിലോ ഇത് നമ്മൾ ദീപാവലിക്കൊക്കെ നമ്മൾ ഒന്നെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെക്കും. ഞാൻ കൈകൊട്ടിക്കളി കണ്ടിട്ടുണ്ട് യൂട്യൂബിലല്ലാണ്ട്. എൻ്റെ ചേച്ചി അക്കയുടെ യൂട്യൂബ് ചാനൽ ഒരു പ്ലേറ്റ് ഇതേപോലത്തെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് അവർ കൊണ്ട് വെച്ചിട്ട് തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുറേ വാഴുണ്ട് കേട്ടോ. എന്താ വരുക അങ്ങോട്ട് പോകാനോടാ. അകത്തുനിന്ന് പിന്നെ നമുക്കിത് ഇപ്പം വരാട്ടോ. വേറെ ആരോടും ഇല്ല എൻ്റെ വീട്ടിൽ. എന്നോടാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ഇത് കണ്ട പേരക്കൊക്കെ ചാടിക്കിടന്ന് ഇതാണ് ജാതിക്കത്തോട്ടം. പഴയ സൈക്കിളിൻ്റെ ടയർ ഇട്ടാൽ ബസ് പോലെ ആക്കിയിട്ട് നമുക്ക് ദിവസം പഠിക്കാനായിട്ട് വീണാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മാറിക്ക് പിടിച്ചേ. ഇതാണ് നമ്മുടെ ലിയോക്കുട്ടൻ. മോട്ടോർ കാറാണ് ട്രക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫോർച്യൂണർ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ തെളിയും. പിന്നെ അതുപോലെ ഒരു ജീപ്പ് ഉണ്ട്. 2 ജീപ്പ് ഉണ്ട് ഗൈസ്. ഒരു ജീപ്പ് എവിടെയാണെന്ന് അറിയില്ല. ഒരു ജീപ്പ് നമ്മുടെ ലിയോ. ഇതാണ് റെയർ വണ്ടി. പിന്നെ അതുപോലെ ഇത് ഫുള്ള് എന്റെയും ചേട്ടന്റെയും വണ്ടിയാണ്. ഇത് അടുത്ത വണ്ടി. ഇവിടെ മസ്താങ് ഉണ്ട്. മസ്താങ് കണ്ട. ലംബോർഗിനി നമുക്ക് ഇവിടെ ലംബോർഗിനി കണ്ട. പിന്നെ അതുപോലെ നമ്മളെ
ഒരു സൂപ്പർ കാർ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയ ഒരു കാർ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം ഗൈസ്. ഞാനിവിടെ ഇവിടെ തന്നെ ഇട്ടു. ഇത് കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രസനങ്ങളാട്ടോ. അതെ കാറ് കണ്ടോ, കണ്ണാപ്പി കുട്ടിയിലാട്ടോ. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ സ്പിന്നറാണ്. ഗൈസ് ഇത് ഇരുമ്പിന്റെ ആണ് ഗൈസ്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നുകൂടി നടന്നു. കണ്ടോ ഗൈസ്, ഇതൊക്കെ ഒരു ജസ്റ്റ് ആ പാട്ടൊന്ന് കേൾപ്പിച്ചാൽ കൊണ്ടുവരച്ച് തൊടാൻ പറ്റില്ല. മുടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാറ കൈതോലക്കൂട്ടത്തിനു നമ്മൾ ഇട്ടുമ്പോൾ ഒരു സാധനമില്ലേ, അതാണ് കേട്ടോ. പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നുകൂടി നടന്നൊരു പെണ്ണെ ഗൈസ് കൊണ്ടുവരച്ച് പിന്നെ വാമൊഴിയൊക്കെ വിരിച്ച് ഗൈസ് പിന്നെ എന്റെ പട്ടിനെ കാണിച്ചു തരും ഗൈസ്. ലിയോ ലിയോനെ കാണിച്ചോടാ. ലിയോ 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 ഇങ്ങ് വന്നേ ലിയോ. ഗൈസ് അപ്പൊ ഇതാണ് ലിയോ ഷാറ്. ഒരു കൾഷാറാണിത്. ലിയോ താളത്തിനൊത്ത് നല്ല ചൂട് ഗൈസ് ഇതാണ് ലിയോ ഷാർ. ഗൈസ് അപ്പൊ നമ്മൾ തിരിച്ച് ജാനിയുടെ വീട്ടിൽ തന്നെ പോവാണ് ഗൈസ്. പൂവ് പറിക്കാനായി എന്നെ വാ വാ ടാറ്റാ ലിയോ. അതാണ് എന്റെ വീട്. ഇതിപ്പോ എന്റെ ഗൈസ് എന്റെ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. പോണില്ല അപ്പം ഗൈസ് നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ പോവാണ്. ഗൈസ് അപ്പൊ തിരിച്ച് നമ്മള് ജാനുട്ടിയുടെ വീട്ടിൽ തന്നെ പോവാണ് ഗൈസ്. നമുക്ക് അവിടെ ഇരുന്ന് ചോറ് കഴിച്ചാലോ. ഗൈസ് അപ്പൊ നമുക്ക് പോവാം. അപ്പം നമ്മളെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോയി ചോറ് കഴിച്ചിട്ടില്ലല്ലോ. എൻ്റെ കൂടെ ഇരിക്കുവോ? ചോറ് കഴിക്കാനിരിക്കുവോ? അപ്പം ഇതാണ് നമ്മുടെ കടയായിരുന്നു. ഇപ്പോൾ ആ കട അവിടെ നിർത്തിക്കുക. എന്നാൽ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവർക്ക് നമ്മൾ ഇടയ്ക്ക് നമുക്കെതിരെ തീർന്ന എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ല. അപ്പം അത് കട നിർത്തിയപ്പോഴും ഇവിടെ തൊളയത്തില്ല, ഇങ്ങനൊക്കെ കയറി പോകാൻ പറ്റില്ല. എന്താ നമുക്ക് അതിപ്പോൾ അടച്ചത് പാമ്പൊക്കെ എൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. ആ പിള്ളേർ ഇവിടെയാണ് കൊച്ചു പിള്ളേരുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ സബ്സ്ക്രൈബ് ചെയ്താ ജാൻകുട്ടി എന്താ വ്ളോഗ് അവിടെ സബ്സ്ക്രൈബ് ഞങ്ങൾ കളിക്കുകയല്ലായിരുന്നോടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ. Guys, like and subscribe.